നമസ്കാരം. തീരുവ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്കയുമായുള്ള ബന്ധം ഇടയ്ക്ക് വഷളായതിനെ തുടർന്ന് ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ സഹകരണം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രസീലിന്റെ പ്രസിഡന്റുമായി നരേന്ദ്രമോദി നേരിട്ട് ഫോണിലൂടെ സംസാരിച്ചു. കൂടാതെ ചൈനയുമായും കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ പോവുകയാണ്. 2020 വഷളായ നയതന്ത്ര ബന്ധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന നേരിട്ടുള്ള സർവീസ്, മാത്രമല്ല കോവിഡിൻ്റെ ശേഷം ആ സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു. ആ സർവീസ് അടുത്ത മാസം ആദ്യത്തോടു കൂടി പുനരാരംഭിക്കാനാണ് തീരുമാനം. ഓഗസ്റ്റ് 31 നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഔദ്യോഗികമായ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനോ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആഭ്യന്തര വിമാന സർവീസ് കമ്പനികളോട് ചൈനയിലേക്ക് യാത്ര നടത്താൻ തയ്യാറാകുന്നതിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡിന് ശേഷം, അതല്ലെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും ഹോങ്കോങ് വഴിയോ സിംഗപ്പൂർ വഴിയോ ആയിരുന്നു ചൈനയിലേക്ക് യാത്രയുണ്ടായിരുന്നത്. നിലവിൽ അമേരിക്കയിൽ നിന്നും റഷ്യയുടെ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട 50% തീരുവ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് ചൈനയുമായി കൂടുതൽ ഇന്ത്യ അടുക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ചൈനയുടെ ഭാഗത്തു നിന്നും തിരിച്ചും സഹകരണമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ യൂറിയ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ചൈനയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ യൂറിയ കയറ്റുമതി ചെയ്യുന്നത്. അതിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ചില നിയന്ത്രണങ്ങൾ ചൈന ഇളവ് വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദാനി ഗ്രൂപ്പ് ചൈനയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ഭീമൻ BYD എന്ന കമ്പനി, ആ കമ്പനിയുമായി ചേർന്ന് ബാറ്ററിയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള കരാറുകളിൽ അനൗദ്യോഗികമായി ഒപ്പിട്ടതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് കൂടുതലായി വിസകൾ അനുവദിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.